കഴിഞ്ഞു കേട്ടോ. ഇപ്പം കഴിയുവേ. ഇപ്പം കഴിയും. ഓക്കെ, കഴിഞ്ഞു കേട്ടോ. ഗുഡ്. താങ്ക് യു ഡോക്ടർ. ഓക്കെ, വെൽക്കം. പോര് പോര്. ആരാ ദുബായിലെ ജോലി പോയല്ലേ? പോയതല്ല, കളഞ്ഞതാ. ഓ, കുക്കിക്ക് വാക്സിൻ എടുത്തോ അമ്മേ? അച്ഛൻ കൊണ്ടുപോയിട്ടുണ്ട്. ഇതെന്താ കാർ എടുത്തില്ലേ? ആ കാരവൻ എടുക്കില്ലല്ലോ. ശ്ശേ. കുക്കി എവിടെ? എവിടെ പോയത്? അച്ഛൻ അതിനെ കൊണ്ട് കളഞ്ഞോ? ഇതിലുണ്ടായിരുന്നേ. പിന്നെ എവിടെ പോയി? ഓ, ആ ജംഗ്ഷനിൽ ഒരു കാറുകാരന് വഴി പറഞ്ഞു കൊടുക്കാൻ നിർത്തിയിരുന്നു. അപ്പ ചാടിപ്പോയതായിരിക്കും. ഇപ്പൊ പിടിച്ചോണ്ടിരാം. കണ്ണുരുട്ടണ്ട, കൊണ്ടുവരാന്ന് പറഞ്ഞാ കൊണ്ടുവരാം. നീ പോയി ഡ്രസ് മാറും, അത് പോവൊന്നുമില്ല. ഹലോ, ഇത് പോലീസല്ലേ? അപ്പു വന്ന് എന്തെങ്കിലും കഴിക്കേ. ഫുഡ് കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ കുക്കിയെ തിരിച്ചു കിട്ടുവോ? അച്ഛനൊരു ശ്രദ്ധ കുറവ് പറ്റി. ഐ എം സോറി. ഒരു പട്ടിക്കുഞ്ഞല്ലേ, അതിനേക്കാൾ നല്ല ഒരെണ്ണത്തിന് നമുക്ക് വേറെ വാങ്ങാം. എന്നെയാണ് കാണാതായതെങ്കിൽ അച്ഛൻ വേറൊരെണ്ണത്തിനെ വാങ്ങി അമ്മയ്ക്ക് കൊടുക്കുവോ? നിന്നെ പോലെയാണോ പട്ടിക്കുഞ്ഞ്? അച്ഛന് ഞാൻ എങ്ങനെയാണോ അതുപോലെ എനിക്ക് കുക്കി. യു ഡോണ്ട് ഗെറ്റ് ഇറ്റ്. അച്ഛൻ അറിയാതെ പറ്റിയതല്ലേ മോളെ. അറിഞ്ഞോണ്ട് തന്നെയാ, എനിക്ക് ഉറപ്പാ. ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ളതല്ലേ അതിനെ എവിടെ കൊണ്ട് കളയുന്ന. ഒരു ചാൻസ് കിട്ടിയപ്പോൾ അതങ്ങ് ചെയ്തു. ദൈവമേ, ഏത് നേരത്താണാവോ അതിനെ കുത്തിവെക്കാൻ കൊണ്ടുപോകാൻ തോന്നിയത്? എൻ്റെ ജോലി ആകെ ഒരു 2 മിനിറ്റാണ് ആ സ്കൂട്ടറിൽ നിന്ന് നിർത്തി കാറുകാരനുമായിട്ട് സംസാരിച്ചത്. അതിനിടയിൽ ചാടി പോകുന്ന ആരെങ്കിലും വിചാരിച്ചോ? എന്തിനാ സ്കൂട്ടർ കൊണ്ടുപോയി? കാർ ഉണ്ടായിരുന്നില്ലേ ഇവിടെ? അതെടുക്കില്ല. ഈഗോ. അമ്മയുടെ സ്വത്തല്ലേ? നിർത്തേ. കുറെ നേരമായി തുടങ്ങിയിട്ട്. മനുഷ്യൻ ഇവിടെ 100,000 കൂട്ടം കാര്യങ്ങളായിട്ട് ഓടി കിടക്കുമ്പോഴാണ് അവളുടെ ഒരു പട്ടിപ്രേമം. എനിക്ക് അതിന് ഇഷ്ടമല്ല. വൃത്തികെട്ട ജന്തു. ഞാൻ തന്നെ അതിനെ കൊണ്ടുപോയി കളഞ്ഞത്. അതങ്ങ് സമ്മതിച്ചാ മതി. ആ, സമ്മതിച്ചു. എനിക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം പറയാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു ഞാൻ. എല്ലാവരും കൂടെ ഉള്ളപ്പോൾ ഒരു സർപ്രൈസ് ആവട്ടെ എന്ന് കരുതി. അപ്പോഴേ രണ്ടുപേരും കൂടി ഞാൻ കടിച്ചു കീറുന്നത്. ഇനി ഞാൻ പറയുന്നില്ല. കാര്യം എന്താന്ന് പറ ജൂലി. നിനക്ക് സന്തോഷമുള്ള കാര്യം എന്ന് പറയുമ്പോൾ അത് എനിക്കും കൂടി സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമല്ലേ? എനിക്കിന്ന് PSCയുടെ മെമ്മോ കിട്ടി. ജോലിക്ക് ജോയിൻ ചെയ്യാൻ. ഇതല്ലേ ആദ്യം പറയേണ്ടിയിരുന്നത്. എവിടെയാ പോസ്റ്റിംഗ്? വയനാട് കളക്ടറേറ്റിൽ. പക്ഷെ ഞാൻ പോകുന്നില്ല. അതെന്താ? ഞാനിവിടെ ഉള്ളപ്പോൾ തന്നെ ഇങ്ങനെ അടി കൂടുന്ന അച്ഛനെ മോളെ മാത്രമാക്കിയിട്ട് ഞാൻ എങ്ങനെ പോകും? അല്ല, അതിപ്പോ ഞാൻ പോകുന്നില്ല എന്ന് തീരുമാനിച്ചു. ഒരു ഗവൺമെന്റ് ജോലി എൻ്റെ ഏറ്റവും വലിയ ഡ്രീം ആയിരുന്നു. എൻ്റെ ഫാമിലിയുടെ മുമ്പിൽ ഞാൻ ചൂസ് ചെയ്ത ലൈഫ് ശരിയായിരുന്നു എന്ന് പ്രൂവ് ചെയ്യാനുള്ള ഒരു പ്രൗഡ് മൊമെന്റ്. എനിക്കതിനുള്ള യോഗ ഇല്ല എന്ന് വിചാരിച്ചോളാം. ജോലി, ഞാൻ മോളോട് വഴക്കിട്ടതൊക്കെ നിനക്ക് ഈ ജോലിയെ വേണ്ടാന്ന് വെക്കാനുള്ള റീസണാണ്. ഒരു വർക്ക്ഷോപ്പുകാരൻ്റെ കൂടെ പോയതുകൊണ്ട് പല സ്ഥലത്തും നീ ഒതുങ്ങിപ്പോയിട്ടുണ്ട്. PSCയുടെ റാങ്ക് ലിസ്റ്റിൽ അവസാനത്തെ ചാൻസ് ആയിട്ട് ലോട്ടറി പോലെ ഇപ്പോൾ കിട്ടിയ അപ്പോയിൻമെൻറ്റേ അതിനൊക്കെ ഉള്ളൊരു മറുപടിയാണ്. അത് മാത്രമല്ല നന്ദേട്ട, ഇത്രയും കാലത്തിനിടയ്ക്ക് എത്ര ദിവസം നമ്മൾ ഒരുമിച്ച് കഴിഞ്ഞിട്ടുള്ളത്?
ഇനി എപ്പോഴാ? ജോലിയേക്കാളും എനിക്ക് വലുത് നമുക്കിപ്പോൾ ഉള്ള ഈ സെക്യൂരിറ്റിയും നമ്മുടെ ഈ ചെറിയ ലോകമൊക്കെ തന്നെയാണ്. അത് മതി എനിക്ക്. ഒക്കെ ശരിയാണ്. നമുക്ക് ഈ ജോലി ഒരു എക്സ്ട്രാ ഇൻകം ആയിട്ട് കാണണ്ട. നിന്റെ ഹാർഡ് വർക്കിന്റെ റിസൾട്ടാണ്, നിന്റെ അഭിമാനമാണ്. ജോലി സ്ഥലം കുറച്ച് ദൂരെയാണെന്നല്ലേ ഉള്ളൂ. ഇങ്ങോട്ടേക്കൊരു ട്രാൻസ്ഫർ കിട്ടിയ പ്രശ്നം തീർന്നില്ലേ? എന്തായാലും ഈ ജോലി കളയാൻ ഞാൻ സമ്മതിക്കില്ല. മധുര സൂപ്പർമാർക്കറ്റ് സ്റ്റാൻഡിനടുത്ത് വൈക്കം തലയോടപ്പുറമ്പ് ഏറ്റുമാനൂർ കോട്ടയം കുമളി കമ്പം വെട്ടൻ ഉസ്രാപ്പറ്റ് വഴി പോകുന്ന മധുര ബസ് സ്റ്റാൻഡിനടുത്ത്. ഒരു ടാക്സി വിളിക്കാനുള്ള പൈസയൊക്കെ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. ഇപ്പോഴും ലേറ്റ് ആയിട്ടൊന്നുമില്ല. ഒരാൾക്ക് മാത്രം പോകാൻ എന്തിനാ ടാക്സി? മാത്രമല്ല ഇതാ സേഫ്. എന്നാലും ഇത്രയും ദൂരം ഒറ്റയ്ക്ക് ഇങ്ങനെ. മോക്ക് എക്സാം ആയതുകൊണ്ടല്ലേ. സേവറെങ്കിലും ആൻറ്റി ഞാൻ ചെല്ലുമ്പോഴേക്കും ബസ് സ്റ്റേഷനിലുണ്ടാവും. ഒരു പേടിയും വേണ്ട. അച്ഛൻ എന്തെങ്കിലും വഴക്കിട്ട നേരെ ഫോൺ എടുത്ത് എനിക്കൊരു വോയിസ് നോട്ട് ഇട്ടാൽ മതി. ദൂരെയാണെങ്കിലും നിന്റെ അച്ഛനെ നിലയ്ക്ക് നിർത്താനുള്ള മരുന്നൊക്കെ അമ്മയുടെ കയ്യിലുണ്ട്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും കാരുണ്യനുമായ ദൈവമേ, സമൃദ്ധമായി ജീവൻ നൽകി അനുഗ്രഹിക്കണമേ. അങ്ങയുടെ കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും കുറ്റങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ. അമ്മേനെ ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചു. ഫോൺ എടുക്കാൻ പോയിട്ട് ശ്വാസം വിടാൻ പോലും സമയമില്ല. അങ്ങനെ ഓഫീസ് ടൈമൊന്നുമില്ല. ചിലപ്പോൾ സന്ധ്യയാകും തിരിച്ചു പോകാൻ. അപ്പൊ വയനാട് പ്രകൃതി രമണീയാന്നൊക്കെ പറഞ്ഞിട്ട് പ്രകൃതി രമണി. ഇവിടെ വന്നിട്ട് ആകാശം പോലും ശരിക്കും കാണാൻ പറ്റിയിട്ടില്ല. ബോംബിന്റെ കൂടെ വെക്കുന്ന ആ ക്ലോക്കില്ലേ, അതേപോലെ സമയം പറക്കുന്നത്. എൻ്റെ അമ്മോ, സർക്കാർ ഓഫീസിന്റെ ഒരഴപ്പും ഇവിടെ നടക്കത്തില്ല. എൻജോയ് യുവർ ഡ്രീം അമ്മ. പ്രേയർ കഴിഞ്ഞ് ആരാ നിന്നെ ഡ്രോപ്പ് ചെയ്യാ? അച്ഛൻ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ അവിടെ നിന്ന് കഴിക്കാൻ നിൽക്കില്ല. മാഡം, പക്ഷെ നസ്രാണി ഫുഡിനോട് വിരോധമൊന്നും ഉണ്ടാവില്ല. നീ അമ്മച്ചിയോട് പറഞ്ഞ അച്ഛനും കൂടി ഉള്ളതങ്ങ് പൊതിഞ്ഞെടുത്തു. അത് അമ്മച്ചി ഓൾറെഡി പ്ലാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അമ്മ രാത്രി വിളിക്കുവോ? വിളിക്കാം. ജൂലിയറ്റ്, സർ, ഈ സാധനം ഇവിടെ എല്ലാവരുടെയും കയ്യിലുണ്ട്. പക്ഷെ ഞങ്ങളാരും ഇത് ഓഫീസ് ടൈമിൽ ഉപയോഗിക്കാറില്ല. സോറി സർ. ആ